പത്തനംതിട്ട കൊടുമണ്ണിൽ കോൺഗ്രസ് നടത്തുന്ന ഹർത്താൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചെന്ന സിപിഐഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ.പി. ഉദയഭാനു. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് സംസ്ഥാന പാതയുടെ അലൈൻമെന്റ് മാറ്റാൻ ഇടപെട്ടു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഉദയഭാനു പറഞ്ഞു. അതേസമയം സംസ്ഥാന പാതയിൽ ഭൂമി കയ്യേറി മണ്ഡലം കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് ജോർജ് ജോസഫ് ആരോപിച്ചു. ഏഴംകുളം കൈപ്പുട്ടൂർ റോഡിന്റെ കൊടുമൺ ഭാഗത്ത് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് റോഡിന്റെ അലൈൻമെന്റ് മാറ്റിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ജോർജിന്റെ കെട്ടിടത്തിന് മുമ്പിലെ ഓട നിർമ്മാണം അശാസ്ത്രീയമാണെന്നാരോപിച്ചാണ് കോൺഗ്രസ് കൊടുമണിൽ ഹർത്താൽ നടത്തുന്നത്. ഹർത്താൽ രാഷ്ട്രീയ പ്രേരിതമെന്ന സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ.പി. ഉദയഭാനു. അവിടെ കയ്യേറി എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. എന്നാൽ വാസ്തവത്തിൽ അവിടെ കയ്യേറിയിരിക്കുന്നത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസാണ്. പുറമ്പോക്ക് ഭൂമി കയ്യേറി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കോൺഗ്രസ് എന്ന ജോർജ് ജോസഫ്. അത് കോൺഗ്രസ് ഓഫീസ് മാത്രമല്ല, ബിൽഡിംഗ് പണിതിട്ട് കോൺഗ്രസിൻ്റെ ഓഫീസും ബാക്കി കോൺഗ്രസ് റെൻറ്റിന് കൊടുത്ത് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഞാൻ കോടതിയെ സമീപിക്കുകയാണ്. സംസ്ഥാന പാതയുടെ അലൈൻമെന്റ് മാറ്റിയിട്ടില്ലെന്നും ജോർജ് ജോസഫ്. ഇവിടെ ഇത് വളച്ചിട്ട് എനിക്ക് യാതൊരു നേട്ടവും ഇല്ല. കാരണം എൻ്റെ ബിൽഡിംഗ് നിൽക്കുന്ന ഒത്തിരി പുറയിലാണ്. 7 മീറ്റർ പാർക്കിംഗ് എനിക്കുണ്ട്. 17 മീറ്റർ വീതിയുള്ള റോഡ്, ഏഴംകുളം മുതൽ കൈപ്പുട്ടൂർ വരെയുള്ള ഈ റോഡിൽ ഏക സ്ഥലം എൻ്റെ ബിൽഡിങ്ങിന് മുൻപിന് 17 മീറ്റർ വീതിയുണ്ട് അവിടെ. ജോർജ് ജോസഫ് അവകാശപ്പെടുന്ന പോലെ തന്നെ കെട്ടിടത്തിൻ്റെ തെക്ക് ഭാഗത്ത് 15 മീറ്റർ വീതിയുണ്ട്. അതായത് തൊട്ട് അടുത്ത സ്റ്റേഡിയത്തിൻ്റെ മതിൽ ഭാഗത്തു നിന്ന് ജോർജ് ജോസഫിൻ്റെ അതിരുകല്ലായിരിക്കുന്ന 15 മീറ്റർ. ഇനി നമുക്ക് നോക്കാം ട്രാൻസ്ഫോമർ ഇരിക്കുന്നിടത്ത് എത്ര മീറ്റർ വീതിയുണ്ടെന്ന്. ജോർജ് ജോസഫിൻ്റെ കെട്ടിടത്തിൻ്റെ ട്രാൻസ്ഫോമർ ഇരിക്കുന്ന ഭാഗത്തും 17 മീറ്ററാണ് കാണിക്കുന്നത്. അതായത് പോലീസ് സ്റ്റേഷന് സമീപത്താണ് 17 മീറ്റർ വീതിയാണ് തൊട്ടടുത്ത സ്റ്റേഡിയത്തിൻ്റെ മതിൽ നിന്ന്. ഇതാണ് ജോർജ് ജോസഫ് ഇപ്പോൾ അളന്നും കാണിക്കുന്നത്. 13.5 മീറ്ററാണ് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത്. അതിനേക്കാൾ അധികം സ്ഥലം ഇവിടെ വിട്ടുകൊടുത്തിട്ടുണ്ടെന്ന് ജോർജ് ജോസഫിൻ്റെ അവകാശവാദമാണ്. അദ്ദേഹം അളന്ന് കാട്ടിക്കൂടി നമ്മളെ തെളിയിക്കുന്നത് എന്നതും ഏറ്റവും പ്രത്യേകതയാണ്. ഇതിൽ CPM-ൻ്റെ ആരോപണം ശരിവെക്കുകയാണ്. ഈ വിവാദങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് തന്നെയാണെന്നുള്ളത്. ക്യാമറമാൻ അഖിലേഷ് കൊടുമണ്ണൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.